ചില സമയത്തൊക്കെ കുറേ ആളുകൾ പറയുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് എന്താ, വിവാഹം തകരാറായി കഴിഞ്ഞപ്പോൾ ഈ പുതിയാപ്പിള പറയണത്, ഭർത്താവ് പറയണത്, ഞാൻ നിങ്ങൾക്ക് വിവാഹമോചനം തരൂല, ത്വലാക്ക് തരൂല. അയാളെ വേണ്ടാന്ന് ഇവളും വീട്ടുകാരും പറഞ്ഞോടുകൂടെ അയാൾ പറയാം, ഞാൻ ത്വലാക്ക് തരൂല, നിങ്ങൾ കോടതി പോയിട്ടോ എവിടെ പോയിട്ടോ വാങ്ങിക്കോളി എന്ന് പറയും. എന്താ കാട്ടുക? ആലോചിക്കണം നിങ്ങൾ. ആ പെൺകുട്ടിനെ വേറെ കെട്ടിക്കാൻ പറ്റൂല, വേറെ കല്യാണം നടത്താൻ പറ്റൂല, അത് അവർക്കറിയാം. അതുകൊണ്ട് ബോധപൂർവ്വം തടസ്സപ്പെടുത്തിയില്ല. ഇനിയിപ്പോൾ അവന് കല്യാണം കഴിക്കാൻ വല്ല തടസ്സമുണ്ടോ? അവന് കല്യാണം കഴിക്കാൻ ഒരു തടസ്സമല്ല, അവന് ഇവിടെ നിലനിർത്തിക്കൊണ്ട് കല്യാണം കഴിക്കുകയും ചെയ്യാം. ഇനി കോടതി പോയാൽ കിട്ടുമോ? കോടതി പോയാൽ കിട്ടാറല്ലാതെ അത്രയും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ചിലപ്പോൾ വർഷങ്ങൾ 10 വർഷമൊക്കെ കേസ് നീണ്ടുപോയത് എനിക്കറിയാൻ പറ്റും. എന്നാൽ ഇസ്ലാമികമായിട്ടുള്ളൊരു അറിവ് സംവിധാനം ഇസ്ലാമിൽ എങ്ങനെ അറിയങ്ങൾ? ഇസ്ലാമിൽ ശരിക്കും എന്താ വെച്ചാൽ ഒരു കച്ചറ ഉണ്ടായി കഴിഞ്ഞാൽ അത് തമ്മ പറയല്ല വേണ്ടത്. മനസ്സിലായി? ഇപ്പം നമ്മളെ മോളെ കല്യാണം കഴിച്ചു കൊടുത്ത് അവൾക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ആ വീട്ടിലേക്ക് വിളിച്ചിട്ട് അവരുടെ കച്ചറ ഉണ്ടാക്കുകയല്ല വേണ്ടത്. അങ്ങനെ സംസാരിച്ചാലും തരും. നമ്മൾ എത്ര നല്ലതൊക്കെ വിളിക്കാൻ തീരുമാനിച്ചാലും അത് പ്രശ്നമാവും. എന്നാൽ നമ്മളെല്ലാവരും കൂടെ കൂടി ഒരു ചർച്ച ചെയ്യാന്ന് പറഞ്ഞാലോ ആ ചർച്ച അടിച്ച് പിരിയും. ഇസ്ലാമിക നിയമത്തിൽ എല്ലാ പരീക്ഷണവും പരാജയപ്പെടുകയാണെങ്കിൽ എന്താ ഉണ്ടാകുക വെച്ചാൽ നിങ്ങളൊരു മസ്ലഹത്തിനാണ് ശ്രമിക്കേണ്ടത്. ഒരു മസ്ലഹത്ത് ഈ യുരീദ ഇസ്ലാഹൻ യുവഫിഖുല്ലാഹു, മസ്ലഹത്ത് നടത്തിയാൽ ശരിയാവും. മസ്ലഹത്ത് എങ്ങനെയാണ്? ഹക്കമം ബിൻ അഹ്ലി ഹക്കമം ബിൻ അഹ്ലി, ആ രണ്ട് കൂട്ടത്തിന് ഓരോ മധ്യസ്ഥന്മാര്. ഈ മധ്യസ്ഥനെ കുറിച്ച് അള്ളാഹ് പറഞ്ഞപ്പോൾ ഉപയോഗിച്ച പേര് ഹക്കമ് എന്നാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താ ഹക്കമ് പറഞ്ഞാൽ? ഹാക്കിം എന്ന് പറഞ്ഞാൽ വിധികർത്താവ് എന്നാണ്. ഈ മധ്യസ്ഥൻ തീരുമാനിക്കുകയാണ് ഇത് ത്വലാക്ക് ആവുകയാണെന്ന് തീരുമാനിച്ചാൽ ആ തീരുമാനത്തോടുകൂടെ ത്വലാക്കായി, ആ തീരുമാനത്തോടുകൂടെ ശർഈയായി ത്വലാക്കായി. മനസ്സിലായി? നിയമപരമായി ത്വലാക്ക് കിട്ടാൻ ഒരു പണിയില്ല, പക്ഷെ അത് ശർഈയായിട്ട് നമുക്കത് നടക്കണമെങ്കിൽ എന്ത് വേണം? ഈ മധ്യസ്ഥന്മാർ തീരുമാനിച്ചാൽ മതി, അവൻ പറയണമെന്നില്ല. അതുകൊണ്ടാണ് അവർക്ക് ഹക്കമ് എന്ന വാക്ക് ഉപയോഗിക്കാൻ കാരണം എന്താണ് മുഫസ്സിരീങ്ങൾ പറഞ്ഞത്. ഞാൻ ഇതിനോട് പറയാൻ കാരണം, എല്ലാ വിഷയങ്ങളും മതപരമായി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു പ്രതിസന്ധിയിൽ നമ്മൾ പെടൂല, എല്ലാം തീരുമാനമായി പോകും. പക്ഷെ ദീനിന്റെ വഴി നമ്മൾ സ്വീകരിക്കാതിരിക്കുമ്പോഴോ അതാണ് നമ്മുടെ ജീവിതത്തെ അപകടങ്ങളിലേക്ക് നയിക്കുന്നത്.